നമസ്കാരം. ഇടുക്കി ജില്ലയിൽ മുൻകാലങ്ങളിൽ കഞ്ചാവ് കൃഷി ചെയ്തിരുന്ന തീർത്ഥമലക്കുടി, ചെമ്പട്ടിക്കുടി എന്നിവിടങ്ങളിലും സമീപത്തെ വനമേഖലകളിലും സീ ഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായി മൂന്നാർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെയും മറയൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഓഫീസിന്റെയും കാന്തല്ലൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന്റെയും മറയൂർ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റെയ്ഡ് നടത്തി. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ വി റോബർട്ടിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു റെയ്ഡ്. കുന്നും മലയും താണ്ടി വനമേഖലകളിൽ ഉൾപ്പെടെ മണിക്കൂറുകളോളം പരിശോധന നടത്തിയെങ്കിലും കഞ്ചാവിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. സംസ്ഥാനത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയെന്നും തുടർ പരിശോധനകൾ ഉണ്ടാവുമെന്നും ഇടുക്കി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് പ്രദീപ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ് ഇടുക്കി. ഇപ്പം കേരള നിയമസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നിരവധി പരിശോധനകളാണ് കേരള സംസ്ഥാനത്തുടനീളം നടന്നു വരുന്നത്. നിരവധി കേസുകളാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളും കണ്ടെടുത്തിട്ടുള്ളത്. ഇലക്ഷൻ എക്സൈസ് വകുപ്പിന് മാർച്ച് 1 മുതൽ ഇലക്ഷൻ ഡ്രൈവ്, സ്പെഷ്യൽ ഡ്രൈവ് എന്ന പേരിലൊരു സ്പെഷ്യൽ ഡ്രൈവ് നടന്നു വരികയാണ്. ആ സ്പെഷ്യൽ ഡ്രൈവിൽ നിരവധി കേസുകൾ, അനധികൃത മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ എക്സൈസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്നൊരു ഓപ്പറേഷനാണ്. മുൻകാലങ്ങളിൽ കേരളത്തിൽ നിന്നും നിരവധി കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസുകൾ കണ്ടെടുത്ത സ്ഥലങ്ങളിൽ വീണ്ടും അതിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഓപ്പറേഷൻ സീ ഹണ്ട് എന്ന പേരിൽ എക്സൈസ് വകുപ്പ് എക്സൈസ് ഇൻ്റലിജൻസ് ജോയിൻറ്റ് എക്സൈസ് കമ്മീഷണർ റോബർട്ട് സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിരവധി പരിശോധനകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നതിൻ്റെ തുടർച്ചയെന്നോണം നമ്മുടെ തീർത്ഥമലക്കുടി മൂന്നാർ താലൂക്കിലെ കാന്തല്ലൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ വരുന്ന, ഫോറസ്റ്റ് സ്റ്റേഷനിൽ വരുന്ന പരിധിയിൽ വരുന്ന തീർത്ഥമലക്കുടി, ചെമ്പട്ടിക്കുടി മേഖലകളിൽ ഇന്ന് പരിശോധന നടന്നു വരികയാണ്. തുടർന്ന് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പരിശോധനകൾ നിരവധി ഇനി നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഈ പറയുന്ന ഒരു മയക്കുമരുന്നിൻ്റെ ഉൽപാദനം മുതൽ അതിൻ്റെ ഉപയോഗം വരെയുള്ള എല്ലാ മേഖലകളിലും പരിശോധന കർശനമാക്കി ഈ പറയുന്ന മയക്കുമരുന്നുകളുടെ വ്യാപനം പൂർണ്ണമായി തടയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷനിൽ പൂർണ്ണമായി എല്ലാ വകുപ്പുകളും സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എക്സൈസ് വകുപ്പിൻ്റെ വിവിധ ഓഫീസുകൾ, എക്സൈസ് ഇൻ്റലിജൻസ് ഇടുക്കി ഡിവിഷൻ, പോലീസ്, ഫോറസ്റ്റ്, എല്ലാ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഈ ഓപ്പറേഷൻ നടന്നു വരുന്നത്. ഇന്നും ഈ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ ഓപ്പറേഷൻ നടന്നു വരികയാണ്. തുടർന്ന് ഈ പരിശോധന നടക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന രീതിയിലുള്ള മുഴുവൻ മേഖലകളിലും പരിശോധന കർശനമാക്കി മയക്കുമരുന്ന്, അനധികൃത മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും വ്യാപനം തടയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു, ഇടുക്കി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ എസ്, മറയൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജിഷ്ണു ജി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സതീഷ് കുമാർ, സജീവ് കുമാർ, നെബു എസി, പ്രദീപ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സോണി തോമസ്, പ്രശാന്ത് വി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ശരത് എസ്, മുഹമ്മദ് ഹാഷ്മി, ദീപക് എം, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് പവൻ രാജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത് ചന്ദ്രൻ, രാജീവ് ജി എന്നിവർ റെയ്ഡിൽ പങ്കാളികളായി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.